ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാസ്തു ഉരുളിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വലിയ വലിയ തറവാടുകളിൽ, അതായത് 150 അംഗങ്ങളൊക്കെ താമസിക്കണ 4 കെട്ട് 6 കെട്ടൊക്കെ ഇല്ലേ, അതുപോലെ വലിയ വലിയ തറവാടുകളിൽ ഉമ്മറത്ത് വെക്കുന്ന ഒരു സാധനമാണ് ഈ വാസ്തു ഉരുളി. അതായത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും, എല്ലാ കുടുംബത്തിലും എല്ലാ ആൾക്കാരും, ഏതൊരാൾക്കാരും, അത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, നമ്മൾ വീട് കെട്ടുന്ന സമയത്ത് കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ വീട് കെട്ടുന്നത്. എന്നിരുന്നാൽ പോലും എന്തെങ്കിലും ചെറിയ ചെറിയ ദോഷങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ, ആർക്കും അത് വരാതിരിക്കട്ടെ, എന്നാലും നമ്മുടെ ഒരു ഭാഗ്യദോഷം കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിനൊരു വലിയ പരിഹാരമാണ് ഈ വാസ്തു ഉരുളി എന്ന് പറയപ്പെടാറുണ്ട്. കേട്ടിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ അത്. എന്തൊരു ദോഷം ഉണ്ടെങ്കിലും, വാസ്തുവിനെ സംബന്ധിച്ച് എന്തൊരു ദോഷം ഉണ്ടെങ്കിലും നമുക്ക് ഈ വാസ്തു ഉരുളിയിലൂടെ പരിഹരിക്കപ്പെടാൻ സാധിക്കും എന്ന് വലിയ വലിയ മുത്തശ്ശന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ വാസ്തു ഉരുളി എല്ലാവരുടെ തറവാടുകളിലും ഉമ്മറത്താണ് വെക്കാറുള്ളത്. ഉമ്മറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കടക്കണ ആ ഒരു സ്ഥലത്താണ് വെക്കാറുള്ളത്. ഉമ്മറെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉമ്മറത്ത് ഇത് വെക്കാൻ സാധിക്കണ ഒരു കാലഘട്ടം അല്ല ഇത്, അല്ലേ? നമുക്കൊരു ചപ്പൽ പോലും മര്യാദയ്ക്ക് പുറത്തോട്ട് ഇടാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അതുകൂടെ എടുത്തു കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് അപേക്ഷിച്ച് ഇത് ഉമ്മറത്ത് വയ്ക്കാതെ ഫസ്റ്റ് ഡോറ് തുറക്കുന്നിടത്താണ് ഇതിപ്പോൾ അധികം വെച്ച് കാണാറുള്ളത്. ശരിക്കും ഇതിൻ്റെ സ്ഥാനം ഉമ്മറത്തെന്ന് പറയാറുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിനും ചെറിയൊരു ക്രമമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കണം, കിണറിൽ നിന്ന് എടുക്കണ വെള്ളം ഒഴിക്കണം. ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 3 തുളസി ഇലയും കൂടെ അതിലിടണം. അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി കർപ്പൂരവും അതുപോലെ ജവാദും ഒക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ വെള്ളം തയ്യാറാക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ തൊടിയിലുള്ള പൂവ് കൊണ്ടുവന്നിട്ടുള്ള പൂവ് വേണം തന്നെ ഇല്ല, നമ്മൾക്ക് കിട്ടുന്ന പൂക്കൾ, നല്ല നല്ല പൂക്കൾ, നമ്മുടെ തൊടിയിലുള്ള പൂക്കൾ പറിച്ചിട്ട് ഇത് അലങ്കരിച്ച് വെക്കാം. ഇത് 3 ദിവസം വെക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, 3 ദിവസമൊന്നും പൂവ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചീഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് 3 ദിവസം വെക്കാം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു വെള്ളത്തിൽ ആ കർപ്പൂരവും ജവാദും ഇട്ട ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തരും. ആ ഒരു പരിസരമൊക്കെ നല്ലൊരു മണമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഇപ്പോൾ ഗസ്റ്റ് വരികയാണെങ്കിൽ പോലും നമ്മുടെ വീട് കണ്ടിട്ടോ പരിസരം കണ്ടിട്ടോ നമ്മുടെ ആ ഒരു ജീവിത ശൈലി കണ്ടിട്ടോ ചിലപ്പോൾ കണ്ണൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു നെഗറ്റീവ് ഇതിലൂടെ അങ്ങ് ഇല്ലാണ്ടായി പോവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ തറവാട്ടിൽ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മുത്തശ്ശന്മാരുള്ള സമയത്താണ്. ഇപ്പം അങ്ങനെയൊന്നും വെക്കാറില്ല, തറവാട്ടിൽ ആരുമില്ല. അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നും ആരും വെക്കാൻ പോലും ആരുമില്ല. എന്നാലും ഇത് വെക്കുന്ന തറവാടുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കേരളീയരാണ് അധികം ഇതുപോലെ വെച്ചിട്ട് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളത്. ഇപ്പം ഞാൻ ബഹറിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവിടെ എല്ലാവരും ഒരു കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. ആ ഒരു വീട്ടിൽ പോയപ്പോൾ കണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ എനിക്ക് കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെ ആ ഒരു പെരുമ ഇവിടെയും നമ്മൾ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു അഭിപ്രായമാണ്, അതുകൊണ്ട് വെച്ചു എന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക,